ലോകത്തെ ഏറ്റവും മികച്ച ഒരു പ്രൊഫഷൻ ചോദിച്ചാൽ ഏതാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും സെയിൽസ്, വിൽപ്പന. പക്ഷേ വിൽപ്പനയിലേക്ക് പുതിയ ജനറേഷനിൽ വളരെ കുറച്ച് പേരെ വരുന്നുള്ളൂ എന്നത് വല്ലാത്തൊരു സങ്കടമാണ്. ഏറ്റവും വലിയ ലൈഫ് സ്റ്റാൻഡേർഡ്, ജീവിതത്തിൻ്റെ നിലവാരം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ. അവിടെ എന്താണ് വളരെ കുറച്ച് പേര് വന്ന് വിജയിക്കുകയും വളരെ കൂടുതൽ ആളുകൾ പരാജയപ്പെടുകയും വളരെ കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ ആളുകൾക്ക് അടിച്ചേൽപ്പിച്ച് വിൽക്കുക എന്നുള്ളതല്ല ഒരു വിൽപ്പനക്കാരുടെ, സെയിൽസ്മാൻ, സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി. ആ ഒരു കസ്റ്റമറെ, ക്ലയൻറ്റിനെ വാങ്ങാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ മനോവികാരത്തിലേക്ക് ഒരാൾക്ക് ഉയർന്നു വരാൻ പറ്റണമെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റേപ്പോ, നല്ലൊരു അടുപ്പം, അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, അവർക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റുന്ന വാക്കും പെരുമാറ്റവും അയാളുടെ ആ ശരീര ചലനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ഇൻറ്റഗ്രിറ്റി ഓഫ് ദ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റികളുടെ കണ്ണിലും അവരുടെ വാക്കിലും മുഖത്തും ശരീരത്തിലും നിറഞ്ഞു നിൽക്കുന്ന സത്യസന്ധതയും അദ്ദേഹത്തോടുള്ള, ആ കസ്റ്റമറോടുള്ള സ്നേഹബഹുമാനവും, അതുപോലെ തന്നെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള വളരെ ഗുണകാംക്ഷ നിറഞ്ഞ മനോവികാരവും ചേർന്ന ഒരു സത്തയാണ് നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും ഒരു സെയിൽസ് മാന് വേണ്ട, സെയിൽസ് എക്സിക്യൂട്ടീവിന് വേണ്ട, സെയിൽസ് ഗേളിന് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് നമുക്ക് എണ്ണാൻ പറ്റുന്നത്. കാരണം വ്യക്തിത്വ വിശുദ്ധിയിൽ, വ്യക്തിത്വത്തിൻ്റെ ആകർഷണത്തിൽ, അതുപോലെ ആ വ്യക്തിയുടെ സംസാര ശൈലിയിൽ വളരെ ആകർഷകമായിട്ട് ഹൃദയം പിടിക്കുന്ന, വികാരത്തോടു കൂടിയുള്ള, ജീവനുള്ള ഒരു പെരുമാറ്റവും മര്യാദ നിറഞ്ഞ ഒരു ബിഹേവിയറും അവർക്കുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറഞ്ഞാൽ അറിയാം, ഒരു സാധനത്തെ ഒരു ക്ലയൻറ്റിലേക്കോ ഒരു കസ്റ്റമറിലേക്കോ എത്തിക്കാൻ യു ഷുഡ് മാർക്കറ്റ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ്. ആ കമ്പനിയെക്കുറിച്ചോ കമ്പനീൻ്റെ അനവധി നല്ല നല്ല പ്രൊഡക്റ്റിനെ കുറിച്ചോ വാതോരാതെ സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ആദ്യം ഞാനാണ് വിൽപ്പനക്കാരനെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുത്തുക. എന്നെ ഇഷ്ടപ്പെടാത്ത ഒരാൾ എൻ്റെ കമ്പനിയെ എങ്ങനെ ഇഷ്ടപ്പെടും? എൻ്റെ കമ്പനീൻ്റെ പ്രൊഡക്ട്സിനെ എങ്ങനെ ഇഷ്ടപ്പെടും? ഇതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്തരിക വിശുദ്ധി, മാനസിക വൈകാരിക തലത്തിൽ ആ കസ്റ്റമറുടെയും ക്ലയൻറ്റിൻ്റെയും മനസ്സ് പിടിക്കാനുള്ള നമ്മുടെ വലിയൊരു കഴിവ്, ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണാൻ പറ്റുന്നത് നമ്മുടെ ഡ്രസ്സ്, ഗ്രൂമിങ് ആൻഡ് പാക്കിങ് പറയാം. നമ്മുടെ ആകർഷകമായ വ്യക്തിത്വത്തിന് യോജിച്ച നല്ല തരം വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഹാവഭാവങ്ങളിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഉടയാടകൾ, ഇതിനെയൊക്കെ നമുക്ക് ഗ്രൂമിങ് ആൻഡ് പാക്കിംഗ് എന്ന് പറയാം. പിന്നെ വേണ്ടത് തീർച്ചയായിട്ടും ആ കമ്മ്യൂണിക്കേഷൻ പവറാണ്. നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള വാചകങ്ങൾ എന്താ പറയുക, നിർഗളിച്ച് ഒഴുകി വരുന്ന ഒരു ഒഴുക്കോട് കൂടിയുള്ള സംഭാഷണ ചാതുര്യം ഉണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പവർ എന്ന് നമുക്ക് വിളിക്കാം അതിനെ. എന്നാൽ ശരിക്കും ഒരു വിൽപ്പന സാധിക്കണമെങ്കിൽ വെറും കമ്മ്യൂണിക്കേഷൻ പവർ പോരാ, തൊട്ടടുത്ത പ്രസൻറ്റേഷൻ സ്കില്ല് വേണം. ഒരു പ്രൊഡക്റ്റിനെ, ഒരു കമ്പനിയുടേതായ ഒരു പ്രൊഡക്റ്റിനെ അവതരിപ്പിച്ച് അവരുടെ മനസ്സ് പിടിച്ച് അതിലേക്ക് ആകർഷിപ്പിച്ച് അതിൻ്റെ എന്താണോ അതിൻ്റെ വില, ആ വിലയ്ക്ക് അനുസരിച്ച് അത് വിൽപ്പന നടത്തി ക്ലോസ് ചെയ്ത് ആ പണം, തത്തുല്യമായ അതിൻ്റെ പണം വാങ്ങിക്കുന്നത് വരെയുള്ള, ആ സെയിൽസ് ക്ലോസിംഗ് വരെയുള്ള നടപടികൾ സുതാര്യവും സുഗമവും അതുപോലെ വളരെ എളുപ്പത്തിലും ആയിത്തീരണമെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ച് എഴുതി പഠിച്ച സ്ക്രിപ്റ്റും, അതുപോലെ തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ, കസ്റ്റമറുടെ തടസ്സവാദങ്ങളെ, ഒബ്ജക്ഷനെ വളരെ സ്വാഭാവികമായി നേരിട്ട് അവർക്ക് ഹൃദ്യമായി മറുപടി കൊടുത്തുകൊണ്ട് അവരെ ഇതിലേക്ക് വശീകരിച്ച് ആകർഷിച്ച് ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക്, ഈ പ്രൊഡക്റ്റിലേക്ക്, തന്നിലേക്ക്, തൻ്റെ കമ്പനിയിലേക്ക് അവരുടെ മനസ്സ് പിടിക്കാൻ പാകത്തിലുള്ള ഒരു പ്രസൻറ്റേഷൻ സ്കില്ല്, നൈപുണ്യം, ആ പാഠവും തീർത്തും ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഇവർക്ക് സെയിൽസ് എഫിഷ്യൻസി, വിൽപ്പനയുടെ എന്താ പറയുക, അതിൻ്റെ വിൽപ്പനയുടെ എഫക്റ്റീവായിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വിൽപ്പനക്കാരിയായി മാറാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവരുടെ സമയക്രമം, അതുപോലെ തന്നെ ആരോഗ്യക്രമം, നമ്മളുടെ ചിട്ടവട്ടങ്ങൾ, ദൈനംദിന ജീവിത ചിട്ടകൾ ഇതെല്ലാം അടുക്കും ചിട്ടയും വരുത്തിയിട്ട് ഒരു പരുവത്തിൽ തന്നെ ഒരു മോൾഡ് ചെയ്തെടുക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമ്പോഴാണ് ഒരു വിജയിക്കുന്ന സെയിൽസ്മാൻ, ഒരു വിജയിക്കുന്ന സെയിൽസ് ഗേളായിട്ട്, ഒരു എക്സിക്യൂട്ടീവായിട്ട് നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. അത്തരത്തിൽ മാറുമ്പോൾ ജീവിതത്തിൽ തന്നെ
നമ്മൾ മോഹിച്ച ആഗ്രഹിച്ച സ്വപ്നം കണ്ട പല ഉന്നത തലങ്ങളിലും എത്താൻ നമുക്ക് എളുപ്പം സാധിക്കുന്നു എന്നുള്ളതാണ് വശ്യമനോഹരമായ ഒരു കാവ്യാലാപനം പോലെ, ഒരു സംഗീതം പോലെ, ഒരു പാട്ട് പോലെ ആളുകളെ ഹൃദ്യമായി പിടിക്കാൻ പറ്റുന്ന സെയിൽസിൻ്റെ ആ കലയും ശാസ്ത്രവും അഭ്യസിച്ച് അത് ആൾക്കാർക്ക് എക്സ്പീരിയൻഷ്യൽ ലെവൽ, ഒരു ഫീലിംഗ് ഫുള്ളായിട്ട്, വൈകാരികമായിട്ട് അവരെ അനുഭവിപ്പിക്കുക, ആസ്വദിപ്പിക്കുക എന്ന കലയിൽ നമ്മൾ മുന്നിടുമ്പോൾ തീർച്ചയായിട്ടും വിജയിക്കുന്നത് നമ്മളാണ്, ആ കസ്റ്റമറാണ്, ആ ക്ലയൻ്റാണ്, നമ്മുടെ കമ്പനിയാണ്. അതുപോലെ തന്നെ ഈ വിൽപ്പനയുടെ ആരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നോ, ആർക്കൊക്കെ ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നോ, ബെനിഫിറ്റ്സ് ലഭിക്കുന്നോ അവരൊക്കെ തന്നെയുമാണ്. അതുകൊണ്ട് തന്നെ വശ്യമനോഹരമായ സെയിൽസ് എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് ആളുകളെ ആകർഷിച്ചെടുക്കാൻ ഇതിൻ്റെ തുടക്കം എന്ന നിലയ്ക്ക് ഇത്രയും കാര്യങ്ങളും, ഇനി ഇതിൻ്റെ വിപുലമായ പഠനം എന്ന നിലയ്ക്ക് ഒരുപാട് കടൽ പോലെ, സമുദ്രം പോലെ പരന്ന് ആഴത്തിലുള്ള ആ കാര്യങ്ങളും പഠിച്ചെടുത്താൽ ജീവിതത്തിലെ മറ്റേത് പ്രൊഫഷനേക്കാളും അത്യുന്നതമായ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരത്തിലെത്താൻ നമുക്കിത് സാധിക്കും എന്ന തീർച്ച